ഇതേ കടലമുട്ടായി ഒന്നല്ലേ, ഇത് കല്ലാണ്. നമ്മൾ ചെങ്കല്ലുണ്ടല്ലോ, ലാറ്ററൈറ്റ് സ്റ്റോണ്, അത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വാൾ ടൈൽ നമ്മൾ ഗ്ലാഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളാണ്. ഇപ്പം 2 തരം സൈസ് കാണാൻ പറ്റുമോ, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഗ്ലാഡിങ് സ്റ്റോണിനെ കുറിച്ചാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണ്, ഏതെല്ലാം സൈസിൽ ഇത് അവൈലബിൾ ആണ്, എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ ഗ്ലാഡിങ്ങിനല്ലാതെ നമുക്ക് പാവിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമോ, നിലത്ത് വിരിക്കാൻ പറ്റുമോ, ടൈലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അതുപോലെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഇത് പതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട് പണി നടക്കുന്ന ആളുകളാണെങ്കിൽ ഇത് പതിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ ഇതിൽ ക്വാളിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടോ, ഏത് തരം കല്ലുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്, നമ്മളിത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. എന്തായാലും ഏതൊരു വിഷയമായാലും ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മളെ മനസ്സിലുണ്ടാവുന്ന ചില സംശയങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സൈസ്, അതിൻ്റെ റേറ്റ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ സകലം യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിൽ ഈ ഒരു സ്ലൈസ്ഡ് ലാറ്ററൈറ്റ് സ്റ്റോണിനെ കുറിച്ചാണ്. അപ്പം എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും സകലം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. നമ്മൾ ഈ ഒരു സ്റ്റോണ് ഇത് കാണാനും ഇത് ഉണ്ടാക്കുന്ന അറിയാനൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് ലൈഫ് സ്റ്റോൺ എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ. അതിൻ്റെ ഓണർ മുജീബാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. മുജീബായി, ഈ 2 സൈസുകളെ കുറിച്ച് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് സൈസ് വരുന്നത് 7x12 അതായത് ഒരു ചെങ്കല്ലിന്റെ ഏകദേശം സൈസ് വരും ഇത്. പിന്നെ അതിൽ ചെറിയൊരു സൈസ് കൂടി വരുന്നുണ്ട്. ഇതിന് വരുന്ന വേസ്റ്റേജിൽ നിന്ന് വരുന്നതും ഒക്കെ ആയിട്ട് നമ്മളൊരു 7x7 ചെയ്യുന്നുണ്ട്. സ്ക്വയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഈ പടവ് മോഡലുള്ള രീതികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇങ്ങനെ 2 സൈസിലായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ തിക്നെസ് എത്ര വരുന്നത്? ഇതിന് തിക്നെസ് 20 mm ആണ് വരുന്നത്. 20 mm ആണ്. 20 mm. ഓക്കെ. ഈ സാധനം തന്നെ നമുക്ക് നിലത്ത് വിരിക്കാൻ പറ്റുമോ? ഇത് നിലത്ത് വിരിക്കണമെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇത് കുറച്ചുകൂടി കനം കൂട്ടി അടിക്കണം. ഒരു 20 ഉള്ളത് ഒരു 60 ആക്കിയിട്ട് 60 mm. അല്ല, അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ സാധനം നിലത്ത് വിരിക്കാനും ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ ആവശ്യാർത്ഥം അത് നിങ്ങൾ ഓർഡർ അനുസരിച്ചാണോ ചെയ്യുന്നത്? ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് നിലത്ത് വിരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് ഒരു ചെയ്ത് തരുന്നുണ്ട് എന്നാ പറഞ്ഞത്. നിലത്തൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. അതിപ്പോ ഇതുപോലെ ഞാൻ ഇരിക്കുമ്പോ തന്നെ അറിയണ്ട്, നനഞ്ഞ പ്രതലത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഇതുപോലെ ഇരിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമുക്കറിയാലോ, ഇതിന്റെ ഞങ്ങൾ കട്ടിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാർപ്പ് കട്ടിങ് ആണ്. 4 ഭാഗത്തും വന്നിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 പ്രോസസ്സിങ് കഴിഞ്ഞതിന്റെ ശേഷം 4 ലേബറും കൂടി ഒരുമിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ എത്തുന്നത്. അത് ഫസ്റ്റ് നമ്മൾ ചെങ്കല്ല് നല്ല കണ്ണൂർ പോയിട്ട് ചെങ്കല്ല് അത് സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. അല്ല, എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കണ്ണൂരിൽ നിന്ന് എടുക്കണം. ഈ കണ്ണൂരത്തെ കല്ലിന് എന്താ കൊമ്പുണ്ടാവും? കണ്ണൂരത്തെ കല്ലിനെന്ന് വെച്ചാല് അവിടുത്തെ കല്ല് നല്ല തിക്നെസ് കല്ലായിരിക്കും. പിന്നെ അതുപോലെ നല്ല ചെറുകണ്ണി കല്ലായിരിക്കും. നമ്മളെ കേരളത്തില് ഭൂമിക്ക് വെച്ചാൽ ആകെ നല്ല കല്ല് കിട്ടുന്ന സ്ഥലം ഒന്ന് കണ്ണൂരും കാസർഗോഡും. കണ്ണൂർ ആൻഡ് കാസർഗോഡിയൻസ്. ഗുഡ്. പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്, കോഴിക്കോടുണ്ട്. പക്ഷെ അവിടുത്തെ കല്ലുകളൊന്നും ഈ വീട് പണിക്കൊക്കെ പറ്റും, നല്ല ബ്രിക്കായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇത് ടൈൽസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് വാൾ ടൈൽ പോലുള്ള അത് വെക്കുമ്പോ ഇത്ര തന്നെ ഫിനിഷിംഗ് ഉണ്ടാവില്ല. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് തന്നെ ഉണ്ട്. ഒരു കല്ലുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. മലപ്പുറത്ത് നിന്ന് കൊടുന്ന ഒരു കല്ലുണ്ട്. അപ്പൊ മലപ്പുറത്തെ കല്ല് വെട്ടിയാൽ ഉണ്ടാവുന്ന ഒരു കുറ്റം പറയല്ല. മലപ്പുറത്തെ കല്ല് മോശം ഉണ്ടായിട്ടല്ല കേട്ടോ, നല്ല ഉറപ്പുള്ള കല്ല് തന്നെയാണ്. പിന്നെ പക്ഷെ ഈ പണിക്ക് കട്ട് ചെയ്യുമ്പോ ഡിസൈനില് ചെറിയ എന്താണ്, നിങ്ങൾ അതിന് വേറെ എന്തോ സാധനം പറയില്ല, ചക്കരക്കുത്ത്. ഇതിലൊക്കെ കണ്ടില്ല, നല്ല ചെറുകണ്ണി വന്നു. ചക്കര പയരല്ല, ചക്കര കുത്തിട്ടാ. നമുക്ക് പിന്നെ വേറെ തിന്നണമൊക്കെയാണല്ലോ പോവാ. ഏതായാലും ഇത് കണ്ട ഡിസൈനുകള് ഇതൊക്കെ ഒരു ചക്കരക്കുത്ത് വന്നിട്ടുള്ളതാ. പിന്നെ വലിയ ഹോളുകളൊക്കെയാണ് ഇവിടുത്തെ കല്ല് കട്ട് ചെയ്തപ്പോ. പക്ഷെ ഈ ഡിസൈൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഓക്കെ ആണ്, അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിന് ഉറപ്പിന് വല്ല കുറവും വരും? ഉറപ്പ് ഇത് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിലൊക്കെ ഹോളുകൾ കൂടുമ്പോ ഉറപ്പ് എന്തായാലും സ്വാഭാവികമായിട്ടും കുറയല്ലോ അല്ലെ? അതെ. ഓക്കെ. ഈ സാധനത്തിന്റെ പേരാണ്ടോ ചക്കരക്കുത്ത്? ഇത് കണ്ടില്ലേ? മറ്റേത് കണ്ടില്ല, നല്ല ഹരിക്കണ്ണൻ ചെറുകണ്ണി വരുന്നത്. ചെറിയ വളരെ അടുത്ത് വളരെ ചെറിയ ഹോളുകള്. ഇതൊക്കെ നല്ല ഹരിക്കണ്ണൻ കല്ലുകളാണ്. ഇത് ഇനി കൊടുത്തിട്ട് നമ്മളിത് അവര്
നല്ല പശൊക്കെ ഉപയോഗിച്ച് ഫില്ലറിലൊക്കെ വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ക്ലിയർ അടിക്കാണ്ട്. ക്ലിയർ അടിക്കുമ്പോൾ ഒന്നുകൂടി ഗ്ലേസിങ് കൂടും. അതായത് ഇതിപ്പോ നേരെ കൊണ്ടുപോയിട്ട് സിമെന്റിലല്ല വെക്കുക, സിമെന്റ് പശയിൽ വെക്കുക, ഇതിന്റെ ഗമ്മിലാണ് വെക്കുക. ആ ഗമ്മിൽ വെച്ചതിന് ശേഷം ഇതിന്റെ വേല ഇനി വേറെ വർക്ക് വരാണ്ട് വരാണ്ട് പെയിന്റിങ്ങിന്റെ ടൈമിൽ വരാണ്ട് അത് ക്ലിയർ അടിക്കണം. 2 കോട്ട് ക്ലിയർ അടിച്ചാൽ ഏതാ ഈ പൊട്ടത് എന്തൊക്കെ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നമുക്ക് അറിയാത്തോണ്ടാട്ടോ, നമുക്ക് അറിയാത്ത നമ്മൾ ചോദിച്ചറിയണല്ലോ. അപ്പൊ ചിലപ്പോ ഇന്നെ പോലത്തെ അറിയാത്തോലും ഇത് കാണുന്നുണ്ടാവും. അപ്പൊ ഓൽക്ക് അത് മനസ്സിലാവും. ഇപ്പൊ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ട് ഏതാ ഈ ചെങ്ങായി ഇത് മഞ്ഞ് വേറെ പെയിന്റ് അടിച്ചണോന്നൊക്കെ ചോദിച്ചാല് ഏതായാലും. അപ്പൊ നമുക്ക് ഇത് വെച്ച ടൈമിൽ പെയിന്റും കൂടി എടുക്കാണ്ട് അത് ഒറ്റ കോട്ടുമ്പോ തീരുമോ അതോ? അല്ല 2 കോട്ട് അടിച്ചാൽ ഭംഗിയിൽ കിടക്കും. അല്ല ഈ കുത്തുകളിലൊക്കെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല ചെറിയ ബ്രഷ് കൊണ്ട് നല്ല സ്പ്രേ, അല്ലെങ്കിൽ പിന്നെ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുന്ന ആളുകൾ, സ്പ്രേ പെയിന്റിങ്ങും ചെയ്യുന്ന ആളുകൾ സ്പ്രേ പെയിന്റ് അടിച്ചാൽ ഒന്നുകൂടി ഭംഗിയാവും. അതായത് നമ്മൾ കണ്ണൂർ പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് 4-5 ദിവസം നിന്ന് സെലക്ട് ചെയ്ത് അവിടുന്ന് ഓരോ പണയിലും പോയി ഇറങ്ങി കയറി വന്നിട്ട് അവിടുന്ന് ലോഡ് കയറ്റി വിടുകയാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ട് നമ്മളിത് മെഷീനിൽ ഫസ്റ്റ് ഒരു പ്രോസസ്സിങ് ഞാൻ കാണിച്ചു തന്നല്ലോ, ആ മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ 8 പീസാക്കിയിട്ട് ഇതിന്റെ എടുക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. അതിപ്പോ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം 8 പീസാക്കണതും മറ്റു കാര്യങ്ങളൊക്കെ. അത് 8 പീസാക്കിയിട്ട് പിന്നെ എന്റെ 2 സൈഡും ക്ലിയർ ചെയ്തെടുക്കും. പിന്നെ ഈ ഭാഗം ഇതുപോലെ ക്ലിയർ ചെയ്തെടുക്കും. ആദ്യം വലിയ ഭാഗത്തിന്റെ ക്ലിയർ ചെയ്യും, വലിയ ഭാഗം ഇത് ക്ലിയർ ചെയ്യും. പിന്നെ ഇതുപോലെ ഇവിടെ ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യണത്. ഇതിൽ നിന്ന് ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ ഷോപ്പുകളിലേക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പൊ 4 ലേബർ ഇതിന്റെ പുറത്ത് കയറി ഇറങ്ങുന്നുണ്ട്. ഒരു കല്ല് ഈ കോലത്തിലാവാൻ 4 പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സാധനം കയ്യിലെത്തുന്നത്. ഈ കടലമുട്ടായി പോലെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഫിനിഷിംഗ് ആയ ഒരു കല്ല് നമ്മളെ കയ്യിലെത്തുന്നത്. അപ്പോ ഇതാണ് നമ്മൾ നേരത്തെ പറയപ്പെട്ട കണ്ണൂരിന്റെ കല്ലുകൾ അല്ലെ, സ്ട്രോങ് കൂടിയ. കണ്ണൂരും കാസർഗോഡുമാണ് ഏറ്റവും സ്ട്രോങ് കൂടിയ കല്ലുകൾ ഉള്ളതല്ലേ കേരളത്തില്. അപ്പൊ ഇവര് കണ്ണൂരിൽ നിന്ന് എത്തിച്ചിട്ടുള്ള കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പൊ ഞാൻ ഉള്ളില് പല കളറുകൾ കണ്ടല്ലോ, എന്താ മാറ്റം? അത് കല്ലിന്റെ മാറ്റമാണോ, നിങ്ങൾ കളറിങ് ചെയ്യണാണോ, എന്താണ് സംഭവം? ഇതില് കളറിങ് ചെയ്യാന്നുള്ളൊരു സംഭവം ഇല്ല. നമ്മള് ഭൂമി കൊയ്ച്ചിട്ട് അവിടുന്ന് നമുക്ക് വെട്ടിയെടുക്കണ കല്ലുകളാണ്. അത് അതേപടി ഇവിടെ കൊടുന്ന് ഇറക്കാണ്. അപ്പൊ പല ജാതി ഭൂമികളുണ്ട്. ഓരോ ഏരിയയിൽ പോകുമ്പോഴും പല കളറുള്ള മണ്ണുകളാണ്. നമ്മള് വിരൽ തന്നെ നോക്കിയാൽ പല ജാതി വ്യത്യസ്ത. അപ്പൊ ഓരോ കളർ കിട്ടും നമുക്ക്. ചിലപ്പോ ചില ഭാഗത്തുനിന്ന് റെഡ് കിട്ടും, ചില ഭാഗത്തുനിന്ന് ഓറഞ്ച് കിട്ടും, ചില ഭാഗത്തുനിന്ന് അതിനോട് ഒന്നുകൂടി യെല്ലോ കളർ കിട്ടും. ഈ 3 ഷെയ്ഡുകളാണ് കാര്യമായിട്ട് കിട്ടുന്നത്, റെഡ്, ഓറഞ്ച്, യെല്ലോ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് പരിപാടിയില്ല. അത് പിന്നെ ദൈവം തമ്പുരാൻ അതിന്റെ ഉള്ളിൽ ഏത് കളറാണോ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് നിങ്ങൾ 2-3 മാറ്റി വെക്കുന്നു. അതെ, അത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നാച്ചുറലായിട്ട് വെട്ടിയിട്ട് അത് വാഷ് ചെയ്തിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് കൊടുക്കണം. നിങ്ങളിപ്പോ നേരത്തെ തുടക്കത്തെ പറഞ്ഞു കല്ല് ഇങ്ങനെ നോക്കിയിട്ട് ഏറ്റവും നല്ല മുന്തിയ കല്ല് മാത്രമേ ഇവർ എടുക്കുള്ളൂ. ഇതിന്റെ ഉള്ളിലെ അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയോ? ഉള്ളിലെ അവസ്ഥ ഒരു മാക്സിമം നമ്മൾ നോക്കിയിട്ട് അതിന്റെ 4 ഭാഗവും ഫിനിഷിംഗ്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ, നിങ്ങളിപ്പോ ഒരു ലോഡ് ഇറക്കിയാല് അതിൽ ഒരുപാട് പൊട്ടി പോവുക, വേസ്റ്റ് ആവുക, അങ്ങനെ നഷ്ടങ്ങളിലേക്ക് എത്തുന്ന ഒരു സാധനമാണോ എന്ന് അറിയാൻ വേണ്ടി. അതെ, അതിലിപ്പോ അതിന്റെ ഉള്ളില് വയറ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന്റെ ഉള്ളില് നടുവിലൊരു പൊട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പൊളിച്ചു നോക്കാനൊന്നും പറ്റും. ഈ വയറല്ലട്ടോ, പള്ളയിടാന്ന് അറിയില്ല നമ്മള്. പള്ളയിടുക, അതിന്റെ ഉള്ളില് ഗ്യാപ്പ് വരിക, എയർ ഗ്യാപ്പ് വരിക. അപ്പൊ അത് നമുക്ക് പൊളിച്ചു നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് സാധ്യത കുറവാണല്ലേ? സാധ്യത കുറവാണ്. എന്നാലും ഒരു ലോഡൊക്കെ വരുമ്പോ ഒരു 40 കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ വരുമ്പോ തന്നെ കണ്ടിരിക്കും നമ്മളെ കുറെ വേസ്റ്റേജുകള്. അതൊക്കെ അവിടെ വേസ്റ്റ് നമ്മളൊന്നും കാണും. അപ്പൊ കല്ലിന്റെ കാര്യം കണ്ടല്ലോ. അപ്പൊ കല്ലിന്റെ കളറിന്റെ കാര്യം ഇതിൽ കളർ ചെയ്യണല്ല, അത് ഓരോ കോറിന്ന് ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്ന കല്ലിന്റെ ഉള്ളിലെ നിറം എന്താന്ന് പൊട്ടിക്കുമ്പോ അത് ഒരു മാറ്റി വെക്കുന്നു മാത്രം. ഓറഞ്ച്, റെഡ്, യെല്ലോ വേസ്റ്റേജ് കാണിച്ചു കൊടുക്കാം. ശതമാനങ്ങൾ കുറെയൊക്കെ ചെയ്യും. അത് ഇപ്പൊ മൊത്തം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ലോഡില് നമുക്ക് വരേണ്ടത് ഒരു 400 കല്ല് വരികയാണെങ്കിൽ ആ 400 കല്ലും അത് അപ്പടി അങ്ങോട്ട് കിട്ടൂല. അത് കുറെ ശതമാനം നമുക്ക് കുറയും. അപ്പൊ കല്ലിന്റെ എണ്ണം വെച്ചാണ്ട് ഇത് കിട്ടുന്ന പീസും കണക്ക് കൂട്ടി ലാഭം കൂട്ടിയിട്ട് കാര്യമില്ല. വൈകുന്നേരം നിൽക്കേണ്ട ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നാളെ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അല്ല, തുടങ്ങിയാൽ ലാഭം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നല്ല പൈസ ഉണ്ടാക്കണ്ടേ നമുക്കറിയാം. പക്ഷെ ഞാൻ പറയാം, മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. വലിയ ലാഭം പ്രതീക്ഷിച്ച് കണ്ടില്ല. ഇതാണ് നമ്മളെ വേസ്റ്റുകൾ ഉണ്ടോ? വേസ്റ്റ് ഇതൊക്കെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ പൊട്ടും. ഇത് കട്ടിങ്ങിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങള്, ഇതൊക്കെ നമുക്ക് വേസ്റ്റ് വരുന്ന സൈഡ് കട്ടിങ് വേസ്റ്റുകൾ വരുന്നതാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ നല്ല മോഡലുകളൊക്കെ ചെയ്യാൻ പറ്റും. അടിയിൽ നെറ്റൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ വെച്ചിട്ട് പല ഡിസൈനുകളൊക്കെ ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്.
അപ്പൊ എന്താ പറയാ, വീണത് വിദ്യ എന്ന് പറഞ്ഞ പോലെ പൊട്ടി കിട്ടുന്നത് മറ്റൊരു ഡിസൈൻ ആക്കാനുള്ള എന്താണ് കൂലങ്കഷമായ ചർച്ചയിലാണ് ഇവരുള്ളത്. പിന്നെ അതാ കല്ലിന്റെ ഗ്യാപ്പുകൾ അങ്ങനെ ഇത്രയും വേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ വേറൊരു സംഗതി കേട്ടിട്ടുണ്ട്, ഈ വേസ്റ്റുകൾ പൊടിച്ചിട്ട് വേറെ ബ്രിക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ആ ബ്രിക്ക് ഇത് പൊടിച്ചിട്ട് ബ്രിക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടിക ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ജാളികള്, നമ്മളിപ്പോ പുതിയ ഒരു ജാളിപ്പാറ്റം കണ്ടിട്ടുണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ കുരുടീസ് എന്താ വീടിനൊക്കെ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞിട്ടുള്ള വെയിറ്റ്ലെസ്, ഇത് പൊടിച്ചിട്ട് ചെയ്യണവരുണ്ട്. അല്ല, ഇത് പൊടിച്ച് കട്ടാക്കി വീണ്ടും ഇങ്ങനെ ടൈലാക്കി ആക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യണവരുണ്ട്. ഇതിപ്പോ പൊടിച്ചു കണ്ട് ഇതുപോലെ നമ്മള് ചെങ്കല്ല് പോലത്തെ ബ്രിക്ക് ആക്കിയിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ നാച്ചുറൽ പാറ്റേൺ കിട്ടൂല. നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന സാധാ ചെങ്കല്ല് കൊടുന്ന് കട്ട് ചെയ്യണ എന്തായാലും അറിയാൻ കഴിയും. അതിന്റെ ആ ഒരു പാറ്റേണിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു നാച്ചുറൽ പോയി കിട്ടിയ പിന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ഉറപ്പ് എങ്ങനെ ഏതായാലും നാച്ചുറലിന്റെ ഉറപ്പ് എന്തായാലും കിട്ടാനില്ല. പിന്നെ നമ്മളതിൽ അതിനകത്ത് കെമിക്കലൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇപ്പൊ നമ്മള് കല്ല് കണ്ടു, വേസ്റ്റ് കണ്ടു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ടിങ് കാണാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണമെന്നുള്ളത് കാണണ്ടേ? കല്ല് വാൾട്ടയിലാക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ പൊടി നിയന്ത്രിക്കാനും കട്ടിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് വെള്ളം വേണം കേട്ടോ. വെള്ളം നല്ല ചിലവാണ്. ഇപ്പോൾ ഇവിടെ ഇവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഒരു ഫിൽറ്ററിങ് സംവിധാനത്തിലൂടെ റീയൂസ് ചെയ്യാണ്. അങ്ങനെയാണ് ഇവരിവിടെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അതാ ആ ഒരു കല്ല് ആദ്യം അവർ പറഞ്ഞതുപോലെ 8 പീസുകളാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈസ് റെഡിയാക്കുക, അതുപോലെ വാഷിങ്, ഇതാണ് ചെയ്യാനുള്ളത്.
പിന്നെ നമ്മളെ ഈ ഒരു ബോക്സിൽ എത്ര എണ്ണം കൊള്ളുന്നുണ്ട്? ഒരു ബോക്സിൽ നമ്മൾ 8 പീസാണ് ചെയ്യുന്നത്. 8 പീസ്. ഇത് സ്ക്വയർ ഫീറ്റിന് തന്നെയല്ലേ റേറ്റ് വരുന്നത്? അപ്പൊ ഒരു ബോക്സിൽ 8 പീസ് എന്ന് പറയുമ്പോൾ എത്ര സ്ക്വയർ പീസ് എന്ന് പറയുമ്പോൾ 4.66 സ്ക്വയർ ഫീറ്റ് വരും. അപ്പൊ ഒരു പീസിന്റെ റേറ്റ് എത്ര വരിക? പീസ് അല്ല, നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ്. സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്യുന്നത് 110 രൂപ ചെയ്യാണ്ട് 110 ഏതാണ്ട് ആ റേഞ്ചിലാണ് പിന്നെ ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് ചെയ്താൽ. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾ റീറ്റെയിൽ ചെയ്യുന്ന എങ്ങനെയാണ്? റീറ്റെയിൽ ഹോൾസെയിലും രണ്ടും ചെയ്യുന്നത്? നമ്മൾ അധികം നോക്കുന്നത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ മാക്സിമം ചെയ്യുന്നത്, കൂടുതലായിട്ട് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഞാൻ എനിക്ക് ആവശ്യമായിട്ട് ഇവിടെ വന്നാൽ എനിക്കൊരു പെട്ടിയൊക്കെ തരും. ഹോൾസെയിലർ മാത്രല്ല, നമ്മളെ പോലത്തെ സാധുക്കൾ വന്നാലും ഒരു പെട്ടിയിലാക്കി തരും. ഓക്കെ. ഇത് ബഷീർ ഇട്ടാ ഇതിന്റെ മറ്റൊരു മുതലാളിയാണ്. നാട്ടിൽ നമ്മൾ വേറൊരു മുതലാളിനെ കണ്ടത്, ഇത് വേറൊരു മുതലാളിയാണ്. എത്ര കനം വരും ഒരു? ഇത് ഒരു ടൈല് വരുന്നത് 2.5 കിലോ വരുന്നുണ്ട്. 2 കിലോ 2.5 കിലോ. ഓക്കെ. ഒരു ടൈല് ബോക്സിൽ വരല് 20 കിലോന് 19 മുതൽ 20 വരെ. അല്ല, അപ്പൊ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ? നിങ്ങളിപ്പോ ദൂരത്തുനിന്ന് ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഒരാൾ ഇന്ന സ്ഥലത്തേക്ക് സാധനം വേണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു 10, 20, 30 കിലോമീറ്ററിനുള്ളിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ ക്യാഷ് ഉണ്ടോ? ഇല്ല, അതായത് ഒരു 200 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടെങ്കിൽ, മിനിമം 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 30 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഫ്രീ ഡെലിവറിയാണ്. അതെ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ കിലോമീറ്റർ ചാർജ്, വണ്ടിക്കൂലി, ചെറിയൊരു ചാർജ് അത് വേറെ വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമരുകൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലേ, പ്രകൃതിയോട് ഇണങ്ങി ഭംഗി കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സെലക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് നമ്മളുടെ ചെങ്കല്ല് ചെങ്കല്ല് ചെത്തിയിട്ടുള്ള ഇതുപോലുള്ള വാൾ ടൈലുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഓഫീസ് വർക്ക് എടുക്കുന്ന ആളുകളുണ്ടാവും, വീടിൻ്റെ വർക്ക് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത് എവിടെ കിട്ടുക ഒരുപാട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത് ആർട്ടിഫിഷ്യലാണോ അതോ നാച്ചുറലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കല്ലും അതിൻ്റെ കട്ടിങ്ങും ഇതിൻ്റെ വിവരണങ്ങളൊക്കെ കേട്ടപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. അതിൻ്റെ റേറ്റ് മനസ്സിലായിട്ടുണ്ടാവും, ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ താഴെ കാണുന്നത്. ആ താഴെ അവരുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ സ്ലൈസ്ഡ് ലാറ്ററൈറ്റ് സ്റ്റോണിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ സകലം.